പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ പുതിയ സ്മാർട്ട് ഫോണുകളിലും സഞ്ചാർ സാഥി ആപ്പ് പ്രീ ഇൻസ്റ്റോൾ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അത് വലിയ ചർച്ചകൾക്ക് നിലവിൽ വഴിവെച്ചിട്ടുണ്ട്. ഫോൺ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനാണ് ഈ ആപ്പ് എന്നും ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ലെന്നുമാണ് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ നൽകുന്ന വിശദീകരണം. എന്നാൽ മൊബൈൽ ഫോണുകളിൽ ഈ സഞ്ചാർ സാഥി ആപ്പ് നിർബന്ധമാക്കുന്നത് പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്ന് പ്രതിപക്ഷവും പറയുന്നു. രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് നയിക്കുകയാണെന്ന് എംപിമാർ ആരോപിച്ചു. എന്നാൽ ആപ്പ് ഉപയോക്താക്കൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്നും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം എന്താണ് സഞ്ചാർ സാഥി എന്ന്, ഈ വിവാദം എന്തിനാണെന്ന്. കുരുക്കിട്ട് മുറുക്കുമോ? അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് സഞ്ചാർ സാഥി എന്ന്. സഞ്ചാർ സാഥി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനും അതേപോലെ തന്നെ ടെലികോം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രീകൃത സംരംഭമാണ് സഞ്ചാർ സാഥി എന്ന് പറയുന്നത്. ഈ പറയുന്നത് പോലെ മാത്രമല്ല, ഈ തട്ടിപ്പ് കോളുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാനും അതേപോലെ നഷ്ടപ്പെട്ട ഫോണുകളൊക്കെ ബ്ലോക്ക് ചെയ്യാനും ഈ സേവനം നമുക്ക് ഉപയോഗിക്കപ്പെടുത്താം. സഞ്ചാർ സാഥിയിൽ അതൊക്കെ ലഭ്യമാണ്. ഇനി മറ്റൊന്ന്, ഒരു ഫോൺ വാങ്ങുന്നതിന് മുൻപ് അതിൻ്റെ IMEI ഈ തടഞ്ഞതോ അതല്ലെങ്കിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയതോ ആണോ എന്ന് പരിശോധിക്കാനും സഞ്ചാർ സാഥി നമ്മളെ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ടെലികോം സൈബർ സെക്യൂരിറ്റി TCS നിയമങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് സഞ്ചാർ സാഥി എന്ന് പറയുന്ന ഈ ഒരു സംരംഭം ഉണ്ടായത് തന്നെ. 120 കോടിയിലധികം മൊബൈൽ ഫോൺ ഉപയോക്താക്കളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ടെലിഫോൺ വിപണികളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം, അല്ലെ, ഇന്ത്യ. ഇപ്പൊ ജനുവരിയിൽ ആരംഭിച്ച ഈ സഞ്ചാർ സാഥി ആപ്പ് വഴിയിട്ട് 70,000-ത്തിലധികം നഷ്ടപ്പെട്ട ഫോണുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഈ സൈബർ സുരക്ഷ ഉറപ്പാക്കാനാണ് സഞ്ചാർ സാഥി പ്രാപ്തമാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി കൂടി വന്നിരിക്കുന്നത്. സഞ്ചാർ സാഥി ആപ്പ് നിരവധി സേവനങ്ങൾ നൽകുന്നുണ്ട്. ഈ സേവനങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ, ഒന്ന്, ഈ ഫോണിലും വാട്സാപ്പിലും ഒക്കെ വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും ഒക്കെ ടെലികോം വകുപ്പിനെ അറിയിക്കാം എന്നുള്ളതാണ്. ഈ നമ്പറുകളൊക്കെ കേന്ദ്രം ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ് ഇത് നൽകുന്ന സേവനങ്ങളിൽ ഏറ്റവും പ്രധാനം. രണ്ടാമത്തേത്, നഷ്ടപ്പെടുന്ന ഫോണ് അത് മോഷ്ടാവ് ഉപയോഗിക്കാതിരിക്കാനും ട്രാക്ക് ചെയ്യാനുമുള്ള സംവിധാനം ഇതിലുണ്ട് എന്നുള്ളതാണ്. അപേക്ഷ നൽകിയാൽ ഫോണിൻ്റെ IMEI നമ്പറുകൾ ബ്ലോക്കാകും. ഫോൺ തിരികെ ലഭിച്ചാൽ നമുക്ക് ഈ ബ്ലോക്ക് നീക്കാനും പറ്റും. മൂന്നാമത്തെ ഒരു സേവനം, ഉപയോക്താക്കളുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ആരെങ്കിലും മറ്റ് മൊബൈൽ കണക്ഷനുകൾ എടുത്തിട്ടുണ്ടോ എന്നും നമുക്ക് ഇതിലൂടെ പരിശോധിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇനി മറ്റൊരു സേവനം, വാങ്ങുന്ന സെക്കൻഡ് ഹാൻഡ് ഫോണ് മുൻപ് എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളതാണോ, ഏതെങ്കിലും കുറ്റവാളികൾക്ക് ഉപയോഗിച്ചതാണോ എന്നൊക്കെ കണ്ടെത്താൻ നമുക്ക് സഞ്ചാർ സാഥിയിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. വാങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇവയുടെ IMEI നമ്പർ ഉപയോഗിച്ച് ഫോണ് വാലിഡ് ആണോ എന്നും നോക്കാൻ കഴിയും. അടുത്തത്, ഇന്ത്യൻ നമ്പറുകളുടെ മറവിൽ വിദേശ കോളുകളൊക്കെ ലഭിച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞത് നോക്കിയാൽ, സ്മാർട്ട് ഫോണുകളിൽ ജ്യോതിരാദിത്യ സിന്ധ്യ പറയുന്ന അനുസരിച്ചാണെങ്കിൽ സ്മാർട്ട് ഫോണുകളിൽ ടെലികോം വകുപ്പിന്റെ സഞ്ചാർ സാഥി മൊബൈൽ ആപ്പ് നിർബന്ധമല്ലെന്നാണ് കേന്ദ്രമന്ത്രി പറയുന്നത്. ഈ ആപ്പ് നിർബന്ധമല്ല. ഫോണിൽ വേണമെങ്കിൽ ആപ്പ് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലാത്തവർക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്നും കേന്ദ്രമന്ത്രി പറയുന്നുണ്ട്. സുരക്ഷയ്ക്കാണ് ഈ ആപ്പ് കൊണ്ടുവന്നത്, പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ആപ്പാണ് ഇത്. അത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ലെന്നും കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്നിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി പ്രതിപക്ഷ വാദങ്ങളിലേക്ക് പോയാൽ, ആദ്യമായാണ് ഒരു സർക്കാർ ആപ്പ് നിർബന്ധമായും ഫോണിൽ സൂക്ഷിക്കണമെന്നൊരു ചട്ടം കേന്ദ്രം ഇറക്കുന്നത്. ഇത് സ്വകാര്യതാ ലംഘനമെന്നാണ് പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. ആപ്പ് പുതിയ മൊബൈൽ ഫോണുകളിൽ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നും നടപടി ഉടൻ തന്നെ പിൻവലിക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. കേന്ദ്രത്തിന്റെ ഈ നീക്കം പൗരന്മാരുടെ സ്വകാര്യതയെ ലംഘിക്കുന്നതാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇന്ന് പ്രതികരിച്ചത് നമ്മൾ കേട്ടു. നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സുജിത് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. സുജിത്ത്, ഇപ്പോൾ സൈബർ സുരക്ഷ മുൻനിർത്തിയാണ് നീക്കമെന്നാണ് സഞ്ചാർ സാധ്യയെക്കുറിച്ചുള്ള കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമെന്ന് പ്രതിപക്ഷവും പറയുന്നുണ്ട്. അപ്പം ഇത് നിർബന്ധിതമായി ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് വരുന്നു എന്നാണ് നേരത്തെ വന്ന വാർത്തകൾ. പക്ഷേ അത് അങ്ങനെയൊന്നും അല്ല എന്ന് കേന്ദ്രമന്ത്രി ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതിനെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൊബൈൽ നിർമ്മാണ കമ്പനികളുടെ കൂടി പ്രതികരണം നിർണായകമാണല്ലോ. ഇപ്പോൾ റോയിറ്റേഴ്സ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച്, കുറച്ച് മുൻപ് റോയിറ്റേഴ്സ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ ആപ്പ് അംഗീകരിക്കില്ലെന്ന് ആപ്പിൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ സഞ്ചാർ സാഥി എന്നല്ല, ഒരു തേർഡ് പാർട്ടി ആപ്പും അനുവദിക്കില്ലെന്നാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
ഈ വിവാദം അത് എങ്ങോട്ടാണ് പോകുന്നത് സുജിചന്ദ്രൻ? ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സേതു ഇതിൽ. ഒന്നാമത്തെ കാര്യം, ഇന്നലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു തീരുമാനം വന്നത്. 120 കോടിയിലേറെ മൊബൈൽ ഉപഭോക്താക്കളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്ത് മുഴുവൻ മൊബൈൽ ഫോണുകളിലും ഒരു പ്രത്യേക ആപ്പ് ചേർക്കണം. ആ ആപ്പ് ഒരുപക്ഷെ പൗരന്മാരെ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു 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 ഒളിപ്പിച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണോ എന്ന് പ്രതിപക്ഷം ആശങ്ക ഉന്നയിക്കുന്നു. ഇന്ന് പാർലമെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ടെലികോം മന്ത്രി പറയുന്നു, ആവശ്യമുള്ളവർ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി, വേണ്ടെന്നുള്ളവർക്ക് അത് ഡിലീറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ പോലും ഈ മൊബൈൽ കമ്പനികളോട് ഇത് പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട മൊബൈൽ ഉത്പാദകരായിട്ടുള്ള എല്ലാ കമ്പനികളോടും അടുത്ത 3 മാസത്തിനുള്ളിൽ അവരുടെ നിലവിലെ ഇറക്കാൻ പോകുന്ന മൊബൈലുകളിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ വിപണിയിലുള്ള അല്ലെങ്കിൽ ഇറക്കി പൊതുജനങ്ങളുടെ കയ്യിലിരിക്കുന്നതിൽ അടുത്ത OS അപ്ഡേഷൻ്റെ സമയത്ത് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമില്ലെങ്കിൽ പോലും ഒരിക്കൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കളയാനാകൂ. രണ്ടാമത്തെ കാര്യം, സേതു പറഞ്ഞതുപോലെ ആപ്പിൾ പോലെയുള്ള കമ്പനികളുണ്ട്. തേർഡ് പാർട്ടി ഫോണുകളോ തേർഡ് പാർട്ടി ആപ്പുകളോ സർക്കാരിൻ്റെ ആപ്പുകളോ അടക്കം മറ്റ് യാതൊരു തേർഡ് പാർട്ടി ആപ്പുകളും ആപ്പിൾ സാധാരണ അവരുടെ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാറില്ല. അതവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈവസി നയമായി തന്നെ അവർ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ആപ്പിൾ പോലെയുള്ള കമ്പനികൾ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്ന് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റേതും ശിവസേനയും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് ആർട്ടിക്കിൾ 21 ഭരണഘടനയുടെ അനുച്ഛേദം 21 പ്രകാരം സ്വതന്ത്രമായി ജീവിക്കാനും പെരുമാറാനുമുള്ള അവകാശം ഈ ഒരു ആപ്പ് നിഷേധിക്കുന്നു എന്നുകൂടിയാണ്. ഇപ്പോൾ ഓട്ടോക്രാറ്റിക് ഭരണ സംവിധാനങ്ങൾ നിലവിലുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ പാൻഡമിക്കിൻ്റെ കാലത്ത് ചൈനയിലെ ചില പ്രവിശ്യകളിലൊക്കെ ചില വെയറബിൾസ്, ചില ബാൻഡുകൾ അണിയാൻ അവിടുത്തെ സർക്കാർ നേരിട്ട് തന്നെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ പൊതുജനങ്ങളോട്. അവർ എങ്ങോട്ട് നീങ്ങുന്നു, ചലിക്കുന്നു എന്നൊക്കെ അറിയാൻ പറ്റുന്ന തരത്തിൽ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഈ സൈബർ സുരക്ഷയ്ക്കെന്ന പേരിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ആപ്പ് നിങ്ങളെ നിരീക്ഷിക്കുകയാണോ എന്ന പ്രതിപക്ഷത്തിൻ്റെ സംശയവും ആശങ്കയ്ക്ക് വകയുള്ള ഒരു കാര്യം തന്നെയാണ് സേതു. ഓക്കെ സുചന്ദ്രൻ, ശരി. അപ്പോൾ സഞ്ചാർ സാധിയിൽ വിവാദങ്ങൾ തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മറ്റ് ടെലികോം കമ്പനികളുടെയൊക്കെ നിലപാട് കുറച്ച് നിർണായകമായിരിക്കും. ആപ്പിളിൻ്റെ നിലപാട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. മറ്റ് ആളുകളൊക്കെ, മറ്റ് കമ്പനികളൊക്കെ എങ്ങനെയാകും പ്രതികരിക്കുക എന്നതുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്ക്